ഹലോ, വെൽക്കം ബാക്ക് ടു Rajaniatkitchen. Rajaniatkitchen പുതുതായി കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബെല്ലൈക്കണിലും അതോടൊപ്പം വരുന്ന ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. നോട്ടിഫിക്കേഷൻ ലഭിക്കുമ്പോൾ ഫുൾ വീഡിയോ കാണണം. സപ്പോർട്ട് ചെയ്യില്ല എല്ലാവരും. അപ്പോൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കോളിഫ്ലവർ ബജ്ജി അല്ലെങ്കിൽ കോളിഫ്ലവർ പക്കോടയാണ്. കോളിഫ്ലവർ ഇവിടെ ഞാൻ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 ടീസ്പൂൺ ഞാൻ കടലപ്പരിപ്പിൻ്റെ പൊടിയും 1.5 ടീസ്പൂൺ ഞാൻ ഇവിടെ കോൺഫ്ലവറും ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ്, വളരെ കുറച്ച് ഉപ്പ് ആദ്യം ചേർത്താൽ മതി. പിന്നീട് കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 2 പിഞ്ച് നമുക്ക് കായപ്പൊടി എന്തായാലും വേണം. അതിലേക്ക് എരിവിനായിട്ട് മുളക് പൊടി ആഡ് ചെയ്യാം. വൈറ്റ് പേപ്പർ പൊടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ മുളക് പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി ജീരകപ്പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ വരെ ജീരകപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിൽ അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഒരു 15 മിനിറ്റ് നമ്മൾക്കിതൊന്ന് വെള്ളം ഊറി വന്ന് നമ്മുടെ പൊടി അതിലേക്ക് സെറ്റാവാനായിട്ട് വെക്കണം. ആ സമയത്ത് നമുക്ക് നോക്കാം, പൊടി ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ 1-2 ടീസ്പൂൺ നമുക്ക് കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി കുഴിയുള്ള നമ്മൾക്ക് ചട്ടിയാണെങ്കിൽ എണ്ണ അധികം ചിലവില്ല. കുറച്ചായിട്ട് നമുക്ക് വേഗം തന്നെ ഫ്രൈ ചെയ്തും എടുക്കാൻ പറ്റും. എണ്ണ അധികം വേസ്റ്റേജ് ഇല്ലാതെ നമുക്കിവിടെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരേപോലെ ഏകദേശം ഒരേപോലെയുള്ള കനത്തിലുള്ളതിനെ നമ്മൾ ആദ്യം ഇട്ടിട്ട് വേവിച്ചെടുക്കുവാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. അപ്പോൾ നന്നായിട്ട് അങ്ങ് മുരിച്ചെടുക്കുക. ഒരു 95% നന്നായിട്ട് പറഞ്ഞാൽ മൊരിഞ്ഞ് കറുന്ന കളറാവരുത്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊരു 95 ഒരു 1/4 കുറച്ചുകൂടെ വേവ് ആയിട്ടേ ഉള്ളൂ. ഇനി ലാസ്റ്റ് നമ്മളിത് ഒന്നുകൂടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷവും ലാസ്റ്റ് എല്ലാം കൂടെ 1 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ ക്രിസ്പി ആയി കിട്ടും. ചായക്ക് നല്ലൊരു സൈഡ് ഡിഷാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാനിവിടെ ഈ പക്കവട അല്ലെങ്കിൽ ബജ്ജി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മുക്കി പൊരിച്ചൊന്നും എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് കറക്റ്റായങ്ങ് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. പല രീതിയിൽ നമുക്ക് ഇതുമാതിരി കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കാം. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇതാദ്യം ഇത് തന്നെ കാണിച്ചു തരുന്നത്. ഇനിയും കോളിഫ്ലവറിൻ്റെ ബജ്ജി, ബോണ്ട അതൊക്കെ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ്, നമുക്ക് എണ്ണയും വളരെ കുറഞ്ഞത് മതി. കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് നമുക്ക് നന്നായി കിട്ടും. അപ്പോൾ എല്ലാം ആദ്യം ഒരു 95 എബോവ് ആയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നതിന് ശേഷം അവസാനം നമ്മൾക്ക് ഞാൻ 3 ട്രിപ്പായിട്ടാണ് എടുത്തിരിക്കുന്നത്. വളരെ കുറഞ്ഞ ഒരു പാനിലും ഒരു വട്ടം കുറഞ്ഞ നമ്മുടെ അപ്പച്ചട്ടിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കാരണം എനിക്ക് 3 തവണ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ ദേ ലാസ്റ്റ് എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് എടുത്ത എല്ലാം ഇട്ടിട്ട് ഒരു മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്ക് സോസിൻ്റെ കൂടെ അത് സെർവ് ചെയ്യാം. ചായക്ക് ഒരു അടിപൊളി പലഹാരമാണ് അല്ലേ. കോളിഫ്ലവർ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടമാവും. അപ്പോൾ വേറെ രീതിയിലും നമുക്ക് ബജ്ജീസ് കാണാം. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ഫ്രം രജനി. താങ്ക് യു ഫോർ വാച്ചിങ്.